ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്കടുത്തുള്ള അടവി എന്ന സ്ഥലത്താണ്. കേരളത്തിൽ ആദ്യമായി കുട്ടവഞ്ചി സവാരി നടപ്പാക്കിയത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. ആദ്യം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. നിരക്കൊക്കെ ഇച്ചിരി കുറവാണ്. ഇവിടെ നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ നല്ല സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി കുട്ടവഞ്ചികൾ അവിടെയായി അടുക്കി വെച്ചിരിക്കുകയാണ്. ആദ്യമായി കേരളത്തിൽ കുട്ടവഞ്ചി എത്തിയത് കോന്നിയിലാണ്. ഇപ്പോൾ വയനാട്ടിലും മറ്റ് പല സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ട്. ഈ കുട്ടവഞ്ചി നമ്മുടെ സുരക്ഷയ്ക്കായി ഒരു 6-7 മാസം കൂടുമ്പോൾ മാറ്റുമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഈ പാലം കടന്ന് സവാരി നടത്തുന്ന പുഴക്കരയിലേക്ക് പോവുകയാണ്. ഇത് ടൂറിസത്തിൻ്റെയാണ് അതാ ഫോറസ്റ്റിൻ്റെയാണ്? ഫോറസ്റ്റിൻ്റെ ഇതില്ല. ഇത് ശരാശരി എത്ര പേര് വരും ഡെയിലി? ഡെയിലി 100 പേര് കൂടുതൽ, 200ഒക്കെ. ഇപ്പം ഈ കൊറോണ ആയി കഴിഞ്ഞപ്പോൾ 200ഒക്കെ. അതിന് മുന്നേ അല്ല ഇഷ്ടം പോലെ ആൾ വരും, 10,000 പേരൊക്കെ വരും. എത്ര കാലമായി തുടങ്ങിയിട്ട് ഇപ്പം 6 വർഷം. സാനിറ്റൈസ് ചെയ്തിട്ടാണ് ജാക്കറ്റൊക്കെ തന്നത്. ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. ഒരു കുട്ടവഞ്ചിക്ക് 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പരമാവധി 4 പേർക്ക് പോകാം. ഇവിടെ ലോങ് റൈഡും ഷോർട്ട് റൈഡും നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഷോർട്ട് റൈഡാണ്, അതായത് 1/2 മണിക്കൂർ റൈഡേ ഉള്ളൂ. പിന്നെ ലോങ് റൈഡാണെങ്കിൽ നല്ല വെള്ളമുള്ളപ്പോഴേ നടത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിന് 900 രൂപയോ മറ്റോ ആണ് ചാർജ് ചെയ്യുന്നത്. കയറാൻ ഇത്തിരി പേടി തോന്നിയെങ്കിലും ഇപ്പം നല്ല രസമായി തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കല്ലാറ്റിലൂടെ പ്രകൃതി മൊത്തം ഒന്ന് ആസ്വദിക്കാം. വെള്ളമൊക്കെ നല്ല തണുപ്പുണ്ട്. എന്തായാലും നല്ലൊരു അനുഭവമാണ്. ഇപ്പോൾ ഒട്ടും തന്നെ പേടി തോന്നുന്നില്ല. കാടൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. നല്ല രസമുണ്ട്. ഇവിടെ മൊത്തം 26 കുട്ടവഞ്ചികളുണ്ടെന്നാണ് പറയുന്നത്. ഒരു കുട്ടവഞ്ചി ഒരു 8 മാസം അല്ലെങ്കിൽ 7 മാസമൊക്കെ ഉപയോഗിക്കുള്ളൂ, നമ്മുടെ സുരക്ഷയെ നിലനിർത്തി. കല്ലാറ്റിൽ കൂടിയാണ് നമ്മൾ ഈ കുട്ടവഞ്ചി സവാരി നടത്തുന്നത്. ചെറിയ മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളമൊക്കെ ഇച്ചിരി കലങ്ങി കിടക്കുന്നു. അരമണിക്കൂർ.
ഡെയിലി ഒത്തിരി പേര് വരുമോ? ഓടാണ് കുറവാണ്, എന്നാലും അത്ര വലിയ തിരക്കില്ല. വീണ്ടും വന്നു തുടങ്ങിയല്ലേ ആൾക്കാർ? ഇന്നലെ ഒരു നല്ല ആളുണ്ടായിരുന്നു. നമ്മുടെ കുട്ടവഞ്ചി കറക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് പിടിച്ചിരിക്കാം. ഞാൻ ഇരിക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചിരിക്കളത്ത് പിടിച്ച കോട്ട കാണുമോ? കാണുന്നുണ്ടോ? കണ്ടു ഇല്ല ചാരുമോനെ അല്ല, അവനോട് അങ്ങോട്ട് ചാരാൻ ഒത്തിരി ഫ്രണ്ടിലായിട്ട് അതുകൊണ്ട് ചാരാൻ പറ്റാത്ത അവര് പിടിച്ച സൂപ്പറാകും. ഇല്ല അവര് കുഞ്ഞു വരും, അമ്മ പിടിക്കും. ബ്രേക്ക് അങ്ങനെ നമ്മൾ കല്ലാറിൽ കൂടി സവാരി ചെയ്ത് പ്രകൃതി സൗന്ദര്യം നല്ലവണ്ണം ആസ്വദിച്ചു. എല്ലാവരും പറ്റുമെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വരാൻ ട്രൈ ചെയ്യണം.